ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാരടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വില്ലയിലാണ് നമ്മൾ ഇന്നുള്ളത്. 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 9 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു കണ്ടംപററി ബോക്സ് ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് വീടിൻ്റെ എലിവേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. മനോഹരമായൊരു ടെക്സ്റ്റർ ഡിസൈനൊക്കെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഒത്തിരി വില്ലകളുള്ള വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ സുഖമായി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കാലുകൾ വിരിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 3 തല പേർക്കൊക്കെ സുഖമായി ചേറിട്ടിരിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒത്തിരി വലിപ്പത്തിലല്ലാതെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള മനോഹരമായ ഒരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കിടന്നിരുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലുള്ള നല്ലൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നമുക്ക് കാണാം. കിച്ചന് പുറമെയായി ബിൽഡർ ഇവിടെ ഒരു വർക്ക് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ പണി ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ വീടിന്റെ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. തീർച്ചയായും ഈ ബെഡ്റൂം ഒരു ബാത്റൂം അറ്റാച്ച്ഡാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് വെക്കുന്നതിനായിട്ടുള്ള പണി കൂടി ഈ വീട്ടിൽ ഇനി ബാക്കിയുണ്ട്. ഈ ബഡ്ജറ്റ് വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി ചെല്ലാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ആദ്യം കാണുന്ന ഡോറ് തുറന്നാൽ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഒത്തിരി വലിപ്പത്തിലല്ലാതെ അല്പം ഒതുക്കി തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഇവിടെയും നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നു. തീർച്ചയായും ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ചെറിയൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അല്പഭാഗം കവേർഡാക്കിയും അല്പം ഭാഗം ഓപ്പൺ സ്പേസുമാക്കിയാണ് ഈ വീടിന്റെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ വിശാലമായൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. GI ട്യൂബും CNC കട്ടിങ്ങൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 67 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.